പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ശത്രുവിനെ കൊല്ലാനൊരു അവസരം വന്നാൽ മടിക്കാതെ കൊല്ലണമെന്ന് നാഗന്മാർ പണ്ട് ഭീമനോട് പറഞ്ഞതാണ്. ഓരോ ശത്രുവധ സമയത്തും ഭീമനത് ഓർക്കുന്നുമുണ്ടായിരുന്നു. എന്നിട്ടും ജയദ്രഥൻ ദ്രൗപദിയെ രഥത്തിലേറ്റി കൊണ്ടുപോകുമ്പോൾ തടഞ്ഞു വധിക്കാനൊരുങ്ങുന്ന ഭീമനെ ധർമ്മപുത്രർ ബന്ധുത്വം പറഞ്ഞ് തടയുന്നു. അതിനവർ കൊടുക്കേണ്ടി വന്നത് വൻ വിലയാണ്. ശത്രു ദയ അർഹിക്കുന്നില്ല എന്ന ആപ്തവാക്യം വീണ്ടും സത്യമാകുന്നു. വായിക്കാം. രണ്ടാം മൂഴം എന്ന നോവലിന്റെ 5-ാം ഭാഗം. രാജസൂയമല്ലെങ്കിലും ദുര്യോധനൻ വലിയൊരു യാഗം നടത്തിയിരിക്കുന്നു. രാജാക്കന്മാർ പലരും പങ്കെടുത്തു. വേണ്ടി വന്നാൽ സൈന്യവും സഹായവും തരണമെന്ന് അഭ്യർത്ഥിക്കാൻ പല രാജ്യങ്ങളിലും കർണൻ സഞ്ചരിക്കുന്നു. ദിഗ്വിജയത്തിനെത്തിയ പോലെയാണ് കർണനെ പലരും എതിരേൽക്കുന്നത്. ഹസ്തിനപുരത്തിലെ ഒരു ബ്രാഹ്മണൻ വന്നപ്പോൾ അറിഞ്ഞ വിവരങ്ങളാണ്. അയാൾ കൃത്യമായി എല്ലാം പറയൂ. ഇളയച്ചൻ വിതുരർ പ്രതിഫല വ്യവസ്ഥയിൽ നിശ്ചയിച്ച ചാരനാണ്. പിന്നെ ചിരിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തു, നമ്മുടെ ചാരന്മാർ പലയിടങ്ങളിലും ഉണ്ട് ഇപ്പോൾ. ജ്യേഷ്ഠൻ എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തുന്നു. മഹർഷിമാരുടെ കൂടെ ആയിരുന്നു. ഗ്രഹനില നോക്കി ഭാവി ഫലങ്ങൾ അറിയുകയും കാലഗതിയെപ്പറ്റി നിരാശാഭാവത്തിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം പിതാമഹനെ പോലെ വൃദ്ധനായെന്ന് തോന്നിപ്പോവും. പതിഞ്ഞ ശബ്ദം, ആലോചിച്ച് നിർത്തി പറയുന്ന വാക്കുകൾ, പലപ്പോഴും സ്വയം സംസാരിക്കുന്നു എന്ന് തോന്നും വിധം ചറുപിറുത്തുകൊണ്ട് നടക്കും. ചിലപ്പോൾ മുഖം ചുവന്ന് ആകാശത്തിലേക്ക് മിഴികൾ ഉയർത്തി നോക്കി നിൽക്കുമ്പോൾ അദൃശ്യനാണെന്ന് തോന്നും. കാമ്യകം വീണ്ടും ശത്രുക്കളുടെ വികാരസ്ഥലമായി മാറുകയാണോ എന്ന് സംശയം തോന്നി. രണ്ടാമതൊരു സംഭവം കൂടി നടന്നപ്പോൾ. അപ്പോൾ ജ്യേഷ്ഠനെടുത്ത തീരുമാനത്തിന് കാണിച്ച ദയയ്ക്ക് പിന്നീട് ഒരിക്കലും എനിക്ക് മാപ്പ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭദ്രമുനിയെ സന്ദർശിക്കാൻ വേണ്ടി ജ്യേഷ്ഠൻ മറ്റൊരാശ്രമത്തിൽ പോയ പകൽ ഞങ്ങൾ 4 പേരും പല വഴിക്കായി കാട്ടിൽ വേട്ടയാടുകയാണ്. ദ്രൗപദി ദാസിയുടെ കൂടെ കാട്ടിൽ കറിക്കൂട്ടുണ്ടാക്കാൻ പറ്റിയ പരാഗമുള്ള പൂക്കൾ തേടി നടക്കുകയായിരുന്നു. നായാട്ടിന് വന്ന ഒരു രാജാവ് ഏതോ ഒരു നിഷാദ സുന്ദരി എന്ന് കരുതി അവളെ വിളിക്കാൻ ഒരു ഭടനെ അയച്ചു. ദ്രൗപദി അവനെ ശകാരിച്ചയച്ചു. പിന്നെയാണ് ദ്രൗപദി വിഡ്ഢിത്തം കാണിച്ചത്. വേഗത്തിൽ ആശ്രമത്തിലേക്ക് മടങ്ങുന്നതിന് പകരം പിന്നെയും സ്ത്രീകൾ 2 പേരും കാട്ടിൽ ചുറ്റി നടന്നു. അപ്പോൾ വേട്ടക്കാരൻ തന്നെ വന്നു. ദ്രൗപദിയാണ് താനെന്നും അലഞ്ഞു നടക്കുന്ന നിഷാദ സ്ത്രീയല്ലെന്നും പറഞ്ഞപ്പോൾ രാജാവ് ചിരിച്ചു. അതുകൊണ്ട് കൂടുതൽ നന്നായി. അന്തപുരത്തെ തന്നെ ഞാൻ പാർപ്പിച്ചുകൊള്ളാം. പിടിവലിയാണ് പിന്നെ നടന്നത്. ദാസി ഞങ്ങളിൽ ആരോടെങ്കിലും വിവരം പറയാൻ നിലവിളിച്ചുകൊണ്ട് ഓടി. ആശ്രമത്തിൽ ദൗമ്യൻ മാത്രമായിരുന്നു. ദൗമ്യന്റെ ശാപവാക്കുകളും ദാസിയുടെ വിലാപവും ഞാൻ കേട്ടു. മുമ്പ് ഹിഡിമ്പി കാണിച്ചു തന്നതുപോലെ കാട്ടുമുയലിനെ ഓടിപ്പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. വനവാസത്തിനിടയ്ക്ക് വേഗവും ശക്തിയും നിലനിർത്താൻ പറ്റിയ നല്ല അഭ്യാസമായി ഞാനത് സ്വീകരിച്ചിരുന്നു. പാറക്കൂട്ടത്തിലേക്ക് കയറി നോക്കുമ്പോഴാണ് കാര്യം മനസ്സിലായത്. ദ്രൗപദി തേരിൽ കൈകൾ വിടുവിച്ച് കുതറി ചാടാൻ ശ്രമിക്കുന്നു. തേര് ഓടിത്തുടങ്ങിയിരിക്കുന്നു. അപ്പോഴേക്കും മറ്റൊരു വഴിക്ക് അർജുനനും വന്നു. അയാൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ശബ്ദം കേട്ടില്ലെങ്കിലും ആപത്ത് മണത്തറിയും. പാറക്കൂട്ടത്തിൽ നിന്ന് ഞാൻ എടുത്തു ചാടി. വാളൂരിയ ഒരു ഭടനെ ചുമൽ കൊണ്ട് തെറിപ്പിച്ച് സാരഥിയെ കഴുത്തിൽ കിടക്കുന്ന ചമ്മട്ടിയുടെ കൂട്ടിപ്പിടിച്ച് പൊക്കിയെറിഞ്ഞ് ഞാൻ തേർത്തട്ടിൽ നിന്നത് നിമിഷങ്ങൾക്കുള്ളിലാണ്. ദ്രൗപദിയെ വിട്ട് രാജാവ് പുറത്തു ചാടി. സഹായത്തിന് വന്ന തേരിന്റെ പരിരഥ്യ പിടിച്ച് അയാൾ ഉയർന്ന് അകത്തേക്ക് വീണു. അതിന്റെ സാരഥി അതിവിദഗ്ധമായി കുതിരകളെ തിരിച്ചു തേർ വിട്ടു. ഒരമ്പ് കൊണ്ട് സാരഥി വീണു. അർജുനന്റെ പിഴയ്ക്കാത്ത ഉന്നം. ദ്രൗപദി രക്ഷപ്പെട്ടുവെന്നതല്ല കാര്യം, കശ്മലിനെ കൊല്ലാതെ വിട്ടുകൂടാ. കാട്ടിൽ എങ്ങനെ കുറുക്കു വഴിക്ക് ഓടിയാലും എനിക്ക് തേരിന്റെ മുമ്പിലെത്താൻ കഴിയുമെന്ന് അവൻ അനുമാനിച്ചിരിക്കില്ല. ദൗമ്യൻ ദ്രൗപദിയെ നോക്കിക്കൊള്ളും. അനുയായികൾ സഹായികൾ വീര്യം കാട്ടുന്നുവെങ്കിൽ ചെറുക്കാൻ അർജുനൻ ധാരാളം മതി. കാട്ടിലെ തേർവീതിയിൽ അത്ര വേഗത്തിൽ ആർക്കും തേരോട്ടിക്കാനാവില്ല.
വഴി വളഞ്ഞു പുളഞ്ഞാണ് പോകുന്നത്. പൊന്തക്കാടുകൾ ചവിട്ടിമെതിച്ച് ഒറ്റപ്പന്നിയേക്കാൾ വേഗത്തിൽ ഞാൻ ഓടി. തേർവഴിയിൽ മുമ്പേ ഒരു സ്ഥാനത്തെത്തിയ ഞാൻ വലിയ അശ്വരഥത്തിന്റെ മറവിൽ നിന്നു. തിരിവ് കഴിഞ്ഞ് കുതിരകൾ മുന്നിലേക്ക് കഴുത്ത് നീട്ടുമ്പോഴേക്ക് ഞാൻ വഴിനടുവിലേക്ക് എടുത്തു ചാടി അലറി. അയാൾ കടിഞ്ഞാൻ പിടിച്ചെങ്കിലും നിലയുറയ്ക്കാത്ത കുതിരകൾ മുൻകാലുകൾ ഉയർത്തി. കടിഞ്ഞാൻ വിട്ട് പിന്നെ വിരണ്ട കുതിരകളെ നിയന്ത്രിക്കണോ എന്നോട് ഏറ്റുമുട്ടണോ എന്ന് തീരുമാനിക്കാനാവാത്തതാണ് അയാളുടെ അമ്പരപ്പ്. കടിഞ്ഞാൻ വിട്ട് അമ്പും വില്ലും തേർത്തട്ടിൽ നിന്ന് എടുക്കുമ്പോഴേക്ക് ഞാൻ അയാളെ വലിച്ചു പുറത്തിട്ടു. എഴുന്നേറ്റപ്പോൾ കൈമുട്ടുകൊണ്ട് നെഞ്ചിലിടിച്ചു. അത് മതിയായിരുന്നു. അരയിൽ കെട്ടിയ സ്വർണമണികൾ തുന്നിക്കോർത്ത തോൽവാറിൽ പിടിച്ചുകൊണ്ട് ഞാൻ അവനെ താവളത്തിലേക്ക് വലിച്ചു. അർജുനനും എത്തി. വൈകിയെത്തിയ ഖേദം തീർക്കാൻ നകുലനും സഹദേവനും തടവുകാരനെ ഏറ്റുവാങ്ങി കൈ രണ്ടും പിന്നിൽ ചേർത്ത് കെട്ടി. ഭടന്മാരോ സഹായികളോ ഉണ്ടോ? അർജുനൻ പറഞ്ഞു. വിട്ടു. സൂതന്റെ ശവവും കൊണ്ട് രണ്ടുപേരും മടക്കി അയച്ചു. തിരിച്ചെത്തിയ യുധിഷ്ഠിരൻ തടവുകാരനെ കണ്ടപ്പോൾ ആശ്ചര്യത്തോടെ പറഞ്ഞു, ഓ, സിന്ധുരാജനോ? രോഷം കൊണ്ട് പുളയുന്ന ജയദ്രഥൻ ഞങ്ങളെ മാറി മാറി നോക്കി. സിന്ധുരാജൻ ജയദ്രഥൻ. കൗരവ സഹോദരി ദുശ്ശളയെ വിവാഹം കഴിച്ച ജയദ്രഥനെ ഞാൻ ആദ്യമായാണ് കാണുന്നത്. ദുര്യോധനന്റെ സ്വാലൻ. അതാഘോഷിക്കുവാൻ ഞാൻ രണ്ട് ചെവികളും അടച്ച് പുറം കൈകൊണ്ട് മാറി മാറി അടിച്ചു. ഈ അതിഥിക്ക് വേണ്ട പഞ്ചദാനങ്ങൾ വേറെ. യുധിഷ്ഠിരൻ പറഞ്ഞു, അരുത് ഭീമസേന, അരുത്. ദ്രൗപദിയെ ബലാത്കാരമായി തേരിലേറ്റി കൊണ്ടുപോകാൻ തുനിഞ്ഞവനാണ് ഈ രാവണൻ. ഇവനോട് എന്തിനു ദയ? ജയദ്രഥന്റെ കണ്ണുകളിൽ പക പത്തി ഉണർത്തി. വീണ്ടും അടിക്കാൻ തുടങ്ങിയപ്പോൾ ജ്യേഷ്ഠൻ കൽപ്പനയുടെ സ്വരത്തിൽ പറഞ്ഞു, അരുത്. ഞാൻ ക്ഷോഭിച്ചു. ഇതിലും ചെറിയ കാരണങ്ങൾക്ക് ബുദ്ധിയില്ലാത്ത കാട്ടാളന്മാരെ ഞാൻ കൊന്നിട്ടുണ്ട്. ജ്യേഷ്ഠന്റെ ആജ്ഞയ്ക്ക് മുമ്പിൽ അർജുനനും എന്തു ചെയ്യണമെന്ന് പറയാനറിയാതെ വിഷമിച്ചു. തെറ്റ് ചൊല്ലിച്ചു വിട്ടാൽ മതിയെന്ന് പറഞ്ഞു അർജുനൻ. മുടി മുറിച്ചു വിട്ടാൽ മതിയെന്ന് അഭിപ്രായപ്പെട്ടു സഹദേവൻ. മുടി മുറിക്കുന്നത് പഞ്ചശിഖ മാത്രം നിർത്തി വേണം എന്ന ഒരു അഭിപ്രായം പറഞ്ഞു നകുലൻ. കുറ്റവാളികൾക്കുള്ള അടയാളമാണ് പഞ്ചശിഖ. ഞാൻ പറഞ്ഞു, വിടാം. 100 കുതിര, 1000 പശുക്കൾ, അതിവിടെ എത്തുമ്പോൾ വിടാം. സിന്ധു രാജ്യത്തേക്ക് ദൂതൻ പോകട്ടെ. സന്ദേശം ഇയാൾ തന്നെ വ്യക്തമായി പറഞ്ഞു കൊടുക്കട്ടെ. അത്രയും ദിവസങ്ങൾ ഇയാളെ സൂക്ഷിക്കുന്നത് ക്ലേശകരമായിരിക്കുമെന്ന് പറഞ്ഞ് സഹദേവൻ മുടിയെടുക്കാൻ അർദ്ധചന്ദ്രശിരസുള്ള അസ്ത്രം കല്ലിന്മേൽ ഉരച്ചു മൂർച്ച കൂട്ടാൻ തുടങ്ങി. ആരും തടുത്തില്ല. രണ്ടുപേരും ചേർന്ന് കുടുംബം മുറിച്ചു. ജയദ്രഥൻ അനങ്ങിയില്ല. പിന്നെ യുധിഷ്ഠിരൻ തന്നെ വന്നു കെട്ടഴിച്ചു. കെട്ടഴിഞ്ഞ് ജയദ്രഥൻ മുന്നിൽ നിന്നപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ദുശ്ശളയോട് ഞങ്ങൾ കുശലങ്ങൾ ചോദിച്ചതായി പറയൂ. അവളെ ഓർത്താണ് ഞാനിപ്പോൾ ദയ കാട്ടുന്നത്. സിന്ധുരാജനെ ഭയന്നിട്ടല്ല. അല്പം ദയ കാട്ടിയതിനേക്കാൾ ഭേദം അയാളെ വധിക്കുക തന്നെയായിരുന്നു എന്ന് എല്ലാവർക്കും ബോധ്യമായി. അതിന് പിന്നെയും കുറെ കാലം കഴിയേണ്ടി വന്നു എന്ന് മാത്രം. നാഗൻ പറഞ്ഞതുപോലെ ശത്രു ദയ അർഹിക്കുന്നില്ല. ദയ നേടിയാൽ അവൻ അജയ്യനാം വിധം കരുത്ത് നേടി നമ്മുടെ നേർക്ക് വീണ്ടും അടുക്കുന്നു. ജയദ്രഥനെ പറ്റി ഞങ്ങൾ മറന്നു. വളരെ വേഗം. അപ്പോഴേക്ക് കൃഷ്ണന്റെ സന്ദേശവും കൊണ്ട് ഒരു ദൂതൻ പിന്നെയും വന്നതാണ് കാരണം. അന്ന് തന്നെ വിതുരർ ഏർപ്പെടുത്തിയ ചാരന്മാരിൽ ഒരു സൂതനും വന്നു. സന്ധ്യാവന്ദനത്തിന് ശേഷം ജ്യേഷ്ഠൻ ഞങ്ങൾ 4 പേരെയും വിളിച്ചു. വനവാസത്തിന്റെ കാലാവധി അടുത്ത ചതുർത്ഥിക്ക് അവസാനിക്കുന്നു. ഇപ്പോൾ യാത്ര പുറപ്പെട്ടാൽ സമയത്തിന് വിരാടന്റെ രാജധാനിയിൽ ചെന്നെത്താം. 5 പേരും വെവ്വേറെ എത്തിച്ചേരണം. ആരും തിരിച്ചറിയാൻ ഇടവരരുത്. വിരാട രാജധാനിയിൽ ആവശ്യപ്പെടേണ്ട ജോലികളെ പറ്റിയും നേരത്തെ ധാരണ വേണം. അജ്ഞാതവാസം നിരവധി രാജാക്കന്മാർ കേൾക്കെ ഏറ്റെടുത്തതാണ്. രാജാവിന് ചൂതുകളിയിൽ താല്പര്യമാണ്. ചൂതുകളിക്കാരൻ സേവകനായി നിൽക്കാൻ ഞാൻ പറ്റും. നകുലനും സഹദേവനും പതുക്കെ ചിരിച്ചു. വിരാടന് നൃത്തഗീതാദികളിൽ പ്രിയമാണ്. വലിയ നാട്യഗ്രഹവുമുണ്ട്. പാട്ടും നൃത്തവും പഠിപ്പിക്കുന്ന ഗുരുനാഥനായി നിൽക്കാം അർജുനന്. സ്ത്രീയും പുരുഷനുമല്ലാത്ത 3ാം വർഗക്കാരനായി ഭാവിച്ചാൽ
അത്രയും നല്ലത്. അന്തഃപുരത്തിൽ സ്വൈരവികാരം നടത്താനുള്ള അവസരം കണ്ടുകൊണ്ട് അർജുനൻ പറഞ്ഞു, എളുപ്പം ക്ഷൗരം ചെയ്ത് നടക്കണം. ദേഹഗന്ധത്തിന് പത്രവും പ്രിയങ്കുവും ഉപയോഗിക്കണം. തലമറച്ച് വസ്ത്രമിടണം. നടക്കുമ്പോൾ അരക്കെട്ട് കുലുങ്ങണം. എളുപ്പം. 3-ാം വർഗക്കാർ ചില കൊട്ടാരങ്ങളിൽ കാവൽപ്പണിക്ക് നിൽക്കാറുണ്ടെന്നറിയാം. ഹസ്തിനപുരത്തിൽ ഉണ്ടായിരുന്നില്ല. ആനപ്പന്തികളിലെ ജോലിക്കാർ അവരെപ്പറ്റി താണതരം ഫലിതങ്ങൾ പറയുന്നത് കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ നകുലന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. കുതിരപ്പന്തിയിലെ സേവകനാകാൻ അപേക്ഷിക്കാം. നകുലന് അശ്വലക്ഷണങ്ങൾ അറിയാം. അശ്വശിക്ഷണവും അയാൾ പഠിച്ചിട്ടുണ്ടല്ലോ. സഹദേവൻ അങ്ങനെ ഒന്നിലും പ്രത്യേകം വൈദഗ്ധ്യമുള്ളവനല്ല. അതുകൊണ്ട് ഗോശാലയിൽ ജോലി ചെയ്യാം. അപ്പോഴാണ് ദ്രൗപദി വന്നത്. ഗോശാലയിലെ ജോലിക്കാർ നിരവധി ഉണ്ടാവും വിരാടന്. ഒരാൾക്ക് പരിചയക്കുറവുണ്ടോ എന്നൊന്നും ആരും അന്വേഷിക്കാൻ പോകുന്നില്ല. യുധിഷ്ഠിരൻ വിശദീകരിച്ചു. നമ്മളെല്ലാം ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠിരന്റെ കീഴിൽ ജോലി ചെയ്തവരാണെന്ന് പറയണം. ഹസ്തിനപുരത്തെയും ഇന്ദ്രപ്രസ്ഥത്തെയും പറ്റി ചോദിച്ചാൽ എളുപ്പമായി. യുധിഷ്ഠിരന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ പറ്റിയെല്ലാം എനിക്ക് കൃത്യമായി പറയാമല്ലോ. യുട്ടിത്തങ്ങളെ പറ്റിയും വേണമെങ്കിൽ പറയാം. ഗൗരവം വിടാതെ അദ്ദേഹം പറഞ്ഞു. യുധിഷ്ഠിരന് കഷ്ടകാലം വരുമ്പോൾ പിരിഞ്ഞുപോയ ചിലർ വരും. അവരെ സേവകരായി നിർത്തണമെന്ന് കൃഷ്ണൻ അപേക്ഷിച്ചിട്ടുണ്ട്. നിരസിക്കുമെന്ന് ആരും ഭയപ്പെടണ്ട. ദ്രൗപദി? നകുലൻ അന്വേഷിച്ചു. പാണ്ഡവപത്നി ദ്രൗപദിയുടെ സൈരന്ധ്രിയായിരുന്നു എന്ന് പറയണം. വിരാടപത്നിക്ക് നല്ല കളഭം അരച്ചു കൊടുക്കുക, കറിക്കൂട്ടുണ്ടാക്കുക, ദാസിമാരിൽ ഒരുവളായിട്ട് തന്നെ. അതുവരെ എൻ്റെ കാര്യം ജ്യേഷ്ഠൻ പറഞ്ഞില്ല എന്ന് സഹദേവൻ ഓർമ്മിപ്പിച്ചു. ഗൗരവത്തിൽ സഹദേവനെ നോക്കി അദ്ദേഹം ചോദിച്ചു, അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ടോ മന്ദ? ത്രികോദരന്റെ കാര്യത്തിൽ അടുക്കളക്കാരൻ തന്നെ. എല്ലാവരും ചിരിച്ചു, ജ്യേഷ്ഠൻ ഒഴികെ. അദ്ദേഹം അതേ ഗൗരവത്തിൽ തുടർന്നു. രാജാവിൻ്റെ ഉച്ഛിഷ്ടമായിരിക്കും എനിക്ക് കളി നടക്കുമ്പോൾ കിട്ടുന്നത്. അത് ഓർമ്മയുണ്ടായിരിക്കണം അടുക്കളക്കാർക്ക്. വീണ്ടും എല്ലാവരും ചേർന്ന് ചിരിച്ചപ്പോൾ കൃത്രിമ ഗൗരവം വിട്ട് യുധിഷ്ഠിരൻ ചിരിച്ചു. വനവാസം അവസാനിപ്പിക്കുന്നു എന്നത് മാത്രമല്ല ഞങ്ങളെ ലഘുചിത്തരാക്കിയത്. വീണ്ടും ഒരു കൊട്ടാരത്തിനകത്താണ് ഞങ്ങൾ എത്തുന്നത്. വിരസമായി പതിവ് പോലെ ആരംഭിച്ച് ആപത്ത് പതുങ്ങിക്കിടന്നു വരികയും താവളത്തിൽ തന്നെ കലാപമുണ്ടാകുന്നതിനടുത്ത് വരെ എത്തുകയും ചെയ്ത കാമികത്തിലെ ഒരു ദിവസം അവസാനിച്ചത് പൊട്ടിച്ചിരികളിലാണ്. പക്ഷെ കിടന്നപ്പോൾ ജയദ്രഥന്റെ സർപ്പക്കണ്ണുകൾ എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല. ഭയപ്പെടേണ്ട ഒരു ശത്രു കൂടിയുണ്ട് കൗരവർക്കിടയിൽ. പഞ്ചശിഖയും കൊണ്ട് ഓടിപ്പോകേണ്ടി വന്ന ദുര്യോധന സ്വാലൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 5-ാം ഭാഗം ഇവിടെ തീരുകയാണ്. വനവാസം കഴിഞ്ഞു. ഇനി വിരാട രാജധാനിയിലേക്കുള്ള പാണ്ഡവരുടെ യാത്രയായി വേഗം വരാം. താങ്ക് യു.